ഹലോ ഫ്രണ്ട്സ്, അവർഗ്രീമേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കണ്ടുവരുന്ന മണി പ്ലാന്റ്, അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, മണി പ്ലാന്റിൽ പോയിസൺ ഉണ്ടോ, അത് നമ്മുടെ ബോഡീനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യണമെന്നൊക്കെ. അപ്പൊ അതിനുള്ള ആൻസർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കൂടാതെ മണി പ്ലാന്റ് സ്റ്റിക്കിൽ എങ്ങനെ നമുക്ക് കയറി ചുറ്റിയിട്ട് പടർത്തി എടുക്കുക, അതേപോലെ തന്നെ ചെറിയൊരു തണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ചെയ്തെടുക്കാന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാനുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടോ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതേപോലെ സ്റ്റിക്കിൽ കയറി ചുറ്റിയിട്ട് എങ്ങനെ മണി പ്ലാന്റ് പടർത്തിയെടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് കയറും ചകിരിച്ചോറാണ്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കെയർ സൊസൈറ്റി വരെ പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് മേത്തല കെയർ സൊസൈറ്റി. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കയറും ചകിരിച്ചോറൊക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചകിരിച്ചോറ് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചകിരിച്ചോറ് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കെയർ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ കയറ് പിരിക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നഴ്സറിയിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മണി പ്ലാന്റ് കളക്ട് ചെയ്യാം. ഇതിപ്പോൾ വലിയ മരമാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ചെറിയ തണ്ടുകളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇൻഡോറിൽ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ് മണി പ്ലാന്റ്. അപ്പോൾ ഈ മണി പ്ലാന്റിൽ ചെറിയ രീതിയിൽ പോയിസണസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കും പെറ്റ്സിനാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. മുതിർന്നവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കണില്ല. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ചെറിയ വയറുവേദനയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ കാൽസ്യം ഓക്സലേറ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പോയിസണസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ നിന്നും പെറ്റ്സിൽ നിന്നൊക്കെ ഒന്ന് അകത്തി ഇത് വളർത്താം നമുക്ക്. അപ്പോൾ അത് ഇല്ലാണ്ടങ്ങോട്ട് എഫക്റ്റ് ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ള കുറച്ച് തണ്ടുകൾ നമ്മളിവിടെ നിന്ന് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കിൽ കയറ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പഴയ PVC പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് PVC പൈപ്പ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂസായ ട്യൂബായാലും മതി. അതിൽ നമുക്ക് ഇതുപോലെ കയറ് ചുറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീതി കുറഞ്ഞ കയറ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വീതി ഉള്ളതാകുമ്പോൾ പെട്ടെന്ന് ഇത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഈ വീതി കുറഞ്ഞ കയറ്. നമ്മൾ മൊത്തം ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ വരുന്ന ഭാഗം ഞാൻ കയറുകൊണ്ട് ചുറ്റിയിട്ടില്ല. മണി പ്ലാന്റ് കയറി വരുമ്പോൾ അത് വെയിറ്റ് കൂടും. അപ്പോൾ അത് ചെരിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴത്തെ ഭാഗം ചുറ്റാതിരിക്കുന്നത്. ഇനി നമുക്ക് നടാൻ പോകുന്ന പോട്ടിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സാധാരണ മണ്ണാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് നമ്മുടെ ഈ PVC പൈപ്പും അതേപോലെ തന്നെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ വേരുള്ള ഭാഗവും നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നമ്മളെല്ലാ ചെടികളും നടുമ്പോൾ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ മണ്ണ് കട്ട് പിടിച്ചിട്ട് അമർന്നിട്ട് അത് താഴ്ന്നു പോകും. അപ്പോൾ ഈ ചകിരിച്ചോറ് കൂടി ഉണ്ടെങ്കിൽ അത് നല്ല ലൂസായിട്ട് കിടന്നോളും. അതേപോലെ തന്നെ ഈ മണ്ണ് ഡ്രൈ ആയി പോകാണ്ട് നല്ല മോയ്സ്ചറായിട്ട് എപ്പോഴും ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും വെള്ളം ഒഴിച്ചെടുക്കേണ്ട കാര്യമില്ല. മേൽമണ്ണൊന്നും ഉണ്ടെങ്കിൽ തോന്നുമ്പോൾ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാരണ മണ്ണിൽ നട്ടാൽ ഇത് വളർന്നോളും. ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാണകപ്പൊടി എല്ലുപൊടി ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തുന്നുള്ളൂ.
ഇനി ഇത് വളരും തോറും കയറിൽ പിടിച്ച് കയറിക്കോളും. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ചാക്കുനൂലോ അല്ലെങ്കിൽ സാധാരണ നൂലോ വെച്ചിട്ട് നമുക്കിത് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നൂൽക്കമ്പി വെച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ കയറിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടാണ് ഞാൻ നൂൽക്കമ്പി ഉപയോഗിച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നത്. താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ലൂസായി കെട്ടിക്കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി മേൽമണ്ണ് ഉണങ്ങിയെന്ന് തോന്നുമ്പോൾ മാത്രം നമുക്ക് പിന്നീട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിന് ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റിക്കിൽ കയറ് ചുറ്റിയിട്ട് നമുക്ക് മണി പ്ലാന്റ് പടർത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പുതിയ പ്ലാന്റുകൾ നമുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പൈപ്പിലെ വെള്ളം എടുത്തേക്കുന്നത്. ഏത് വെള്ളം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് ഈ വേര് വന്ന ഭാഗത്തിൻ്റെ 2 സൈഡിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇനി നമുക്ക് ആ ഒരു പീസ് ഇതേപോലെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെയാണ് നമ്മൾ സിംഗിൾ ലീഫ് വെച്ചിട്ട് പുതിയ പ്ലാന്റുകൾ ചെയ്തെടുക്കുന്നത്. ഇതിന് പുതിയ റൂട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഡഡ് പ്ലേസിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന പ്ലേസിൽ ഇത് വെക്കരുത്. ചെറിയൊരു സൺലൈറ്റ് മതി ഇതിന് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതാണ്. മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. മണി പ്ലാന്റ് തഴച്ചു വളരാനായിട്ട് നല്ലൊരു വളമാണത്. നമ്മളിൽ പലരും ബോട്ടിലാണ് മണി പ്ലാന്റ് വളർത്തുന്നത്. അപ്പോൾ 6 ദിവസം കൂടുമ്പോഴെങ്കിലും അതിൽ വെള്ളം മാറ്റാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സജഷൻസോ അല്ലെങ്കിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.